കല്യാണ മാങ്ങാക്കറി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഒരു അച്ചാർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുപ്പി കാലിയാണെന്ന് അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് കഴിക്കാനും കൂടെ പറ്റുന്ന ഒരു അച്ചാറാണ്. അധികം പുളിയില്ലാത്ത മാങ്ങയാണ് വേണ്ടത്. 4 ചെറിയ മാങ്ങ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, എരിവ് കൂടുതൽ വേണ്ടവർക്ക് പകുതി എരിവുള്ള മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ വീതം ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർക്കാം. ഈ അച്ചാറിന് ടേസ്റ്റ് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് ഇനി ചേർക്കുന്നത് പച്ച വെളിച്ചെണ്ണ. 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കാം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ കൈ നല്ല വൃത്തിയാക്കി കഴുകി തുടച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം. ഇത് കൈ കൊണ്ട് തന്നെ ചെയ്യണേ, സ്പൂണോ തവിയോ ഇട്ട് ചെയ്താലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അച്ചാർ കൈ കൊണ്ട് തൊട്ടാൽ കേടാവും എന്നൊക്കെ പറയും പലരും. പക്ഷേ ഈ അച്ചാർ നമുക്ക് ഒരുപാട് നാൾ വെക്കാനുള്ളതല്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കൂട്ടി തീർക്കാനുള്ളതാണ്. ഇത് ഒരാഴ്ച പുറത്തിരുന്നാൽ ഒന്നും സംഭവിക്കില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കേണ്ടി വരും. ഇനി ഇതിന് ചാറ് കൂടുതൽ വേണ്ടവർക്ക് ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ചരച്ച വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, സൂപ്പർ. പച്ച വെളിച്ചെണ്ണയുടെ മണം ഉണ്ടല്ലോ, അടിപൊളി. എൻ്റെ വായിൽ കപ്പലൊടിക്കാം. അപ്പം നമ്മുടെ കല്യാണ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരൊക്കെ വേഗം നിന്ന് ട്രൈ ചെയ്തു കേട്ടോ.